ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. അജ്ഞാതവാസി എന്ന് പറഞ്ഞിട്ടുള്ള ഓവർസീസിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഡ്രീം സ്ക്രീൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിടത്തിലത്തെ ഓ ഷേറ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഫിലിം വെർഷനാണ്. ആ പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കോർട്ട് സ്റ്റേറ്റ് വിഎസ് നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രസൻസ് ചെയ്തോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ 10 ഹവേഴ്സ് എന്ന് പറഞ്ഞിടത്തിന്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ കമൽഹാസന്റെ 237 തടം KH 237 എന്നുവെച്ചാൽ അൻബറിവ് എടുക്കുന്ന പടം അവിടത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അൻബറിയും കമൽഹാസനും കൂടി നിന്നിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടായി. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സരംഗപ്പനി ജാതകം എന്ന് പറഞ്ഞ റിലീസ് ഏപ്രിൽ 25 അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ഒഡേല 2 എന്ന് പറഞ്ഞ 5 days to go പോസ്റ്റർ വന്നു. പിന്നെ വിശംബര എന്ന് പറഞ്ഞിടത്തിലത്തെ രാമരാമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. 3 million+ വ്യൂസും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെസ്ലന്റെ 2 പുതിയ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. കോട്ട കെട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ ആണ്. പിന്നെ എൽറ്റി എമ്പുരാൻ എന്ന് പറഞ്ഞിടത്തിലത്തെ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടത്തിന്റെ 16 കേരളത്തിലത്തെ കളക്ഷൻ 83.20 കോടിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടം 2 ദിവസം കൊണ്ട് 20.1 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേഫർ ഫിലിംസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 7 നെസ്ലിന് വെച്ചെടുക്കുന്ന പടമാണ്. ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ വേഫർ ഫിലിംസിന്റെ യൂണിവേഴ്സായിട്ട് വരാൻ പോണ പടമാണെന്നൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചാപ്റ്റർ 0 എന്ന് പറഞ്ഞിട്ടുള്ള എൽസിയുടെ ബിഗിനിങ് കൈദിക്ക് മുന്നേ നടക്കുന്ന സംഭവം. ആ ഷോർട്ട് ഫിലിം വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും പെൻഡിംഗ് ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഇനി ഷൂട്ട് ചെയ്യാണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരവുണ്ടാവുള്ളൂ മിക്കവാറും. പിന്നെ പ്രഭാസിന്റെ രജാസബ് എന്ന് പറഞ്ഞതിന്റെ മ്യൂസിക് ചെയ്യുന്നത് എസ്തമനാണ്. അപ്പോൾ ആൾ ഇതിന്റെ മ്യൂസിക് കമ്പോസിഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞതിന്റെ കളക്ഷൻ 100 കോടിയുടെ മുകളിലായി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിലും വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല പടം വന്നിട്ടുള്ളത്. കൂടുതലും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കിട്ടുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ഹിറ്റ്ലർ തേർഡ് കേസ് എന്ന് പറഞ്ഞ 2 days to go പോസ്റ്റ് വന്നിരുന്നു. എന്നുവെച്ചാൽ ട്രെയിലർ 14 തീയതി എന്നുവെച്ചാൽ നാളെ 11/7 പുറത്തിറങ്ങാൻ നല്ല അറിയിച്ചുകൊണ്ട്. ഇത് ഇന്നലെ രാത്രി ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് 2 days to go വന്നിട്ടുള്ളത്. വേറെ വീഡിയോ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ റെഡി ആവും. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ ദ വൺ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. 3ാമത്തെ പാട്ടാണ്. എന്തായാലും കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നി. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ May 9 റിലീസ് ആവാനുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. കുറച്ച് മുന്നേ ഒന്നാണ് ഇപ്പോഴാണ് കേട്ടുന്നത് മാത്രം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.